ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലെത്തണം. ഓർമ്മയില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ ജീവനുള്ളതാക്കി മാറ്റുന്നത്, ജീവജാലങ്ങളെ മുഴുവൻ ജീവനുള്ളതാക്കി മാറ്റുന്നത് ഓർമ്മയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിച്ചത്. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും എൻ്റെ ഗുരുനാഥന്മാരാകാൻ പ്രായമുള്ളവരാണ് എന്നെനിക്കറിയാം. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഏത് രീതിയിൽ ഈ ഒരു പ്രഭാഷണം നടത്തണം എന്നുള്ള ഒരു ശങ്ക കൂടി എനിക്കുണ്ട്. എങ്കിലും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ രാമായണത്തിലെ ഏതാനും ചില സംഭവങ്ങൾ വെച്ചുകൊണ്ട്, സന്ദർഭങ്ങൾ വെച്ചുകൊണ്ട് ആധ്യാത്മികതയെയും ഭൗതികതയെയും എങ്ങനെ ബന്ധിപ്പിക്കാം എന്നുള്ള ഒരു അന്വേഷണമാണ് ഞാൻ നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ആധ്യാത്മികത എന്ന് പറയുന്നത് ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. കാരണം ജോലി തിരക്കും ബാക്കി എല്ലാവിധമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളും നിൽക്കുന്ന സന്ദർഭത്തിൽ ആധ്യാത്മികതയിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് എങ്ങനെയാണ് കഴിയുക എന്ന ഒരു ചിന്ത എങ്ങനെയോ നമ്മുടെ ബോധത്തിൽ ഉണ്ട്. അത് തന്നെ ഭൗതികത എന്ന് പറയുന്നത് നമ്മൾക്ക് പെട്ടെന്ന് ദൃശ്യമാവുകയും അനുഭവിക്കുകയും ചെയ്യാം എന്നത് കൊണ്ട് അതിലുണ്ടാകുന്ന കുഴപ്പങ്ങളെയോ മൂല്യച്യുതികളെയോ വളരെ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനോട് എതിർക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയും നമ്മൾക്കുണ്ട്. ആധ്യാത്മികത എന്ന് പറയുന്ന കാര്യം ഒരു വ്യക്തിയുടെ അനുഭവ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അതിലുണ്ടാകുന്ന പാളിച്ചകളോ താളപ്പിഴകളോ അതിനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലക്ഷ്യത്തിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാക്കി മാറ്റുന്നു എന്ന തോന്നലും പെട്ടെന്ന് തിരിച്ചറിയണം എന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു സാംസ്കാരിക ചുറ്റുപാടിൽ ഇന്ന് അനുഭവിക്കുന്ന വലിയ പ്രശ്നം എന്ന് ഞാൻ കരുതുന്നു. ഇതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. 108 ഉപനിഷത്തുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 ഉപനിഷത്തുകളാണ് ഏറ്റവും പ്രധാനം എന്ന് പറയാറുണ്ട്. ഈശ കേന കഠപ്രശ്ന മുണ്ട മാണ്ഡൂക്യ തിത്തരി ഐതരേയം ച ചാന്തോഗ്യം ബൃഹദാരണ്യകം തഥ എന്നാണ് ചൊല്ലുള്ളത്. ഈ 108 ഉപനിഷത്തുകളിൽ ഈ 10 ഉപനിഷത്തിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ പ്രധാനം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈശാവാസ്യോപനിഷത്താണ്. അതാണ് ഈശകേന കഠപ്രശ്നം എന്ന് തുടങ്ങുന്നത് തന്നെ. ഈശാവാസ്യം എന്ന് പറയുന്ന ആ ഉപനിഷത്തിനെ കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്, ബാക്കി ഏത് പുരാണ ഗ്രന്ഥങ്ങൾ നശിച്ചാലും ഈശാവാസ്യം എന്ന ഒന്നുണ്ടെങ്കിൽ അത് ലോകത്തിന് ഏറ്റവും വലിയ വെളിച്ചമായിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹം അതങ്ങനെ എന്തുകൊണ്ട് പറയുന്നു? എന്തുകൊണ്ടാണ് ഈശാവാസ്യം എന്ന ഈ ഉപനിഷത്ത് ഏറ്റവും പ്രശസ്തം അല്ലെങ്കിൽ ഏറ്റവും മുഖ്യം എന്ന് നമ്മൾ കരുതുന്നു എന്നുള്ളതിലേക്ക് പോകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശാവാസ്യത്തിൻ്റെ ആദ്യത്തെ മന്ത്രം എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം ഒരു പക്ഷേ അറിയാവുന്നതാണ്. എങ്കിലും ഞാനിവിടെ ഒന്ന് പറയാം. ഈശാവാസ്യം ഇദം സർവം യത് കിംച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീത മാ ഗൃധ കസ്യസിദ്വനം. കസ്യസിദ്വനം തേന തെക്തേന പുഞ്ചീത, ഉപേക്ഷിച്ചുകൊണ്ട് ഭുജിക്കണം, അന്യൻ്റെ ധനം ആഗ്രഹിക്കരുത്. ഈശൻ എന്ന് പറയുന്ന ഒരു ചൈതന്യത്താൽ ഈ പ്രപഞ്ചം മുഴുവൻ ആവരണം ചെയ്തിരിക്കുന്നതാണ്. ചൈതന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ഒരു രൂപമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം രൂപമില്ലാത്ത ഒരു ചൈതന്യത്തെ സങ്കല്പിക്കുക എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ചൈതന്യം എന്ന് പറയുന്നത് ഏതിനോടെങ്കിലും ബന്ധപ്പെട്ടേ നമ്മൾ ആലോചിക്കാറുള്ളൂ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പിന്നീട്
സ്വരൂപ ഉപാസന എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ മാറുന്നത്. ഈശാവാസ്യം ഉപനിഷത്തിൽ ചൈതന്യത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. അത് മനുഷ്യന്റെ മാത്രം ചൈതന്യമല്ല, ചരാചരങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ചൈതന്യത്തെക്കുറിച്ചാണ്. ചൈതന്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇരുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇരുട്ടിനെ കുറിച്ചാണ്. വെളിച്ചം വന്നാൽ നമ്മൾ പറയുന്ന വെളിച്ചത്തെക്കുറിച്ചല്ല, വെളിച്ചത്തിൽ കാണുന്ന വസ്തുക്കളെ കുറിച്ചാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത്. ഇരുട്ട് വന്നാൽ എന്തൊരു ഇരുട്ട് എന്ന് പറയും. വെളിച്ചം വരുമ്പോൾ എന്ത് വെളിച്ചം എന്നല്ല പറയുന്നത്, ഇത് കൊള്ളാമല്ലോ എന്നാണ് പറയുന്നത്. മുമ്പിലുള്ള രൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ നമ്മുടെ സമീപനത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ കാണേണ്ടത് വെളിച്ചത്തെയാണ്. നമ്മുടെ മുമ്പിൽ പ്രകാശിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണോ പ്രകാശിതമാകുന്നത്, ആ പ്രകാശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ആ വസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യരായ നമ്മളെല്ലാം തന്നെ അനുഭവത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നമ്മുടെ സമീപനത്തെ എല്ലാം കോൺക്രീറ്റ് ആയിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നതാണ്, വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നവരാണ്. അതുകൊണ്ടാണ് വാക്ക് എന്ന് പറയുന്ന ഒരു ആശയം, ഈ വാക്കെന്ന് പറയുന്ന ആശയത്തെ നമ്മൾ വാക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ വാക്ശരം എന്നുപയോഗിക്കും. അവിടെ വാക്കിനെ ശരവുമായി, ശരം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. വാക്കെന്ന് പറയുന്ന കോൺക്രീറ്റ് അല്ല. അപ്പൊ കോൺക്രീറ്റ് അല്ലാത്ത ഒന്നിനെ ശരം എന്ന് പറയുന്ന കോൺക്രീറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ വാക്കെന്ന പറയുന്ന പദത്തിനുണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭവം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഈശാവാസ്യ ഉപനിഷത്തിൽ മുഴുവൻ പറയുന്ന ഒരു കാര്യം. ഏകദേശം 16 മന്ത്രങ്ങൾ മാത്രമുള്ള ഉപനിഷത്തുകളിൽ ഏറ്റവും ചെറിയ ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത് എന്ന് പറയുന്നത്. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഓരോ മന്ത്രവും ആദ്യം ഈ ചുറ്റുപാടും പ്രകാശത്താൽ ആവരണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈ പ്രകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ പ്രകാശത്തിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? പ്രകാശത്തിൻ്റെ സവിശേഷത പറഞ്ഞു വരുമ്പോഴേക്കും ഇരുട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ വസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് നമ്മുടെ മനസ്സിലാക്കലിൻ്റെ പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഇത്തരം കാര്യങ്ങളെ വസ്തുതാപരമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോൺക്രീറ്റ് അല്ലാത്ത അനുഭവാത്മകമായ തീർത്തും വൈയക്തികം എന്ന് പറയാവുന്ന ഒരു അവസ്ഥയെ സാമൂഹിക അവസ്ഥയിലേക്ക്, ഒരു സമൂഹത്തിൻ്റെ അനുഭവ തലത്തിലേക്ക് വിവർത്തനം ചെയ്യുക, തർജ്ജമ ചെയ്യുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ കഥകളും പുരാണങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. രാമായണത്തിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. 1-2 ഉദാഹരണങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഞാനതിനെ വിശദീകരിക്കാം. ഇപ്പം ഈ 3-ാമത്തെ മന്ത്രത്തിൽ, ഈശാവാസ്യത്തിലെ 3-ാമത്തെ മന്ത്രം ഇതാണ് പറയുന്നത്: അസുര്യാനാമ തേ ലോക അന്ധേന തമസാവൃത താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി യേ കേചാത്മഹനോ ജന. അസുരം എന്ന് പേരുള്ള ആ ലോകം ഇരുട്ടിനാൽ മൂടിയിരിക്കുകയാണ്. ഏത് ജനങ്ങളാണോ ആത്മഹാനികളാകുന്നത് അവർ പ്രേതമായി ആ ലോകത്തേക്ക് പോകുന്നു. ഇതാണ് ഇതിൻ്റെ സാമാന്യമായിട്ടുള്ള ഒരു ആശയം. ആത്മഹാനികളായ ആൾക്കാർ പ്രേതമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രേതം എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആത്മഹാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് യഥാർത്ഥത്തിൽ ഇരുട്ടിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ലോകം മുഴുവൻ പ്രകാശത്താൽ ശോഭിക്കുന്നു, പ്രകാശത്താൽ ആവരണം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ ലോകം പ്രകാശത്താലാണ് എന്ന് പറയുന്ന ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചൈതന്യം, ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാറി നിൽക്കുന്ന ഒന്നല്ല, ഏതെങ്കിലും ഒരു ചിത്രത്തിൽ കാണുന്ന ഒന്നല്ല. അതിൻ്റെ ഉള്ളിൽ ഞാനും കൂടെ ഉണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാകാൻ വേണ്ടി കേരളത്തിൽ ഒരു ക്ഷേത്രമുണ്ട്, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം.
നമ്മൾ അവിടെ എത്തി ഈശ്വരനെ നോക്കുകയാണ്. അവിടെ ഒന്നും ഈശ്വരനില്ല. അവിടെ ഒരു ആലും കുറെ കാര്യങ്ങളും മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഞാൻ കൂടിയാണ് അവിടുത്തെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവണം. നമുക്കുണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടെ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ കൂടെ നിൽക്കുന്ന ഒരു ചൈതന്യമാണ് അവിടുത്തെ ഈശ്വരൻ എന്നും, ഞാൻ അവിടുന്ന് പോയി ആ സ്ഥാനത്തേക്ക് വേറെ ഒരാൾ വന്നാൽ, അപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഇത്രയും ഭാഗത്തെ വായുവിൽ ഞാൻ ചെന്ന് ഫില്ല് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഈ എൻ്റെ രൂപത്തിൽ ആ വായു ഇവിടുന്ന് മാറി. ഞാൻ ഇവിടുന്ന് മാറുമ്പോൾ ആ വായു എല്ലാം കൂടെ വീണ്ടും ഇവിടെ വന്ന് നിൽക്കുന്നു. വേറെ ഒരാൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ രൂപത്തിൽ വായു മാറുകയാണ്. എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കറിയില്ല. ഒരു കുടം വെള്ളം എടുക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ പറയുന്നത് കുടം ശൂന്യമാണെന്നാണ്. യഥാർത്ഥത്തിൽ കുടം ശൂന്യമല്ല. കുടത്തിന്റെ ഉള്ളിൽ വായുണ്ട്. കുടം ശൂന്യമാണെന്ന് നമ്മൾ തോന്നുകയാണ്, ശൂന്യമല്ല. അതിൽ ഉള്ളിൽ എന്തോ നിറഞ്ഞിരിപ്പുണ്ട്. ആ നിറഞ്ഞതിനെ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ കോൺക്രീറ്റ് ആയിട്ടുള്ള വെള്ളം അതിൽ വന്നപ്പോൾ നമ്മൾ പറയുന്നു കുടം നിറഞ്ഞു എന്നുള്ളത്. ഈ വെള്ളം എടുക്കുമ്പോൾ പോലും വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ ഈ കുടം വെള്ളത്തിലേക്ക് മുക്കിക്കഴിഞ്ഞാൽ ആ മുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഈ കുളത്തിലെ വെള്ളവും ഇതിന്റെ വെള്ളവും എല്ലാം ഒന്ന് തന്നെയാണ്. ഇതിനെ വേർതിരിച്ച് നിർത്തുന്നത് ഈ പറയുന്ന ഘടന മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പൊതുവായി നിൽക്കുന്ന ഈ അംശത്തെ, ഈ ചൈതന്യത്തെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ നമ്മളെ സംബന്ധിച്ചുള്ള സാമാന്യ മനുഷ്യർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ ഒരു പ്രതീക വ്യവസ്ഥയിൽ ആവിഷ്കരിക്കാനായിട്ട് പുരാണങ്ങളും ബാക്കിയെല്ലാം ശ്രമിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് രാമായണത്തിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. മാരീചനെ സീതയുടെ സമീപത്തേക്ക് വിടുന്നു രാവണൻ. യഥാർത്ഥത്തിൽ അവിടെ അസുരം എന്ന് പറയുന്ന ഒരു പ്രകൃതി, ഒരു ഇരുട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നത് രാവണന്റെ മനസ്സിലാണ്. വസ്തുത എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്ന രാവണന്റെ മനസ്സിലാണ്. രാവണന്റെ മനസ്സിൽ ഇതാണ് എന്നുള്ള കാര്യം മാരീചൻ അറിയുകയും ചെയ്യാമെന്നുള്ളതാണ് അവിടുത്തെ അറിവിന്റെ ഒരു പ്രശ്നം. ഈ അറിവ് രാവണൻ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചൈതന്യം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ മാരീചൻ പോകുമ്പോൾ മാരീചന്റെ ധാരണ എന്തായിരുന്നു? മാരീചന്റെ ധാരണ വളരെ കൃത്യമായി, ഇവിടെ ഏതായാലും മരണം ഉറപ്പ്. മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ശരീരത്തിൽ നിന്നും ഈ ഒരു ചൈതന്യം, അതായത് പുറമേ എല്ലാം വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യത്തിന്റെ ഒരു ഭാഗമായ ചൈതന്യമാണല്ലോ ഇതിന്റെ ഉള്ളിലും ഉള്ളത് എന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെയുള്ള ചൈതന്യം ഇവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നതാണ്. അങ്ങനെ പുറത്തോട്ട് പോകുന്നത് പോലും എങ്ങനെ പോകണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മളാണ്, അത് വേറെ ആളല്ല. ഏത് രീതിയിൽ അത് നഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കാനുള്ള ബോധം, അറിവ് നമുക്കുണ്ടാവണം. അപ്പൊ അങ്ങനെ ആ ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് മാരീചൻ ആ ദൗത്യം ഏറ്റെടുത്തത്, അല്ലാതെ രാവണനെ ഭയന്നല്ല. രാവണനെ ഭയന്ന് അല്ല യഥാർത്ഥത്തിൽ മാരീചൻ ആ ഒരു ദൗത്യം ഏറ്റെടുത്തത്. കാരണം രാവണൻ ഇങ്ങനെയാണ് എന്നറിയാം. രാവണൻ ഒരുപാട് നന്മകൾ ഉണ്ട് എന്നും നമുക്കറിയാം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് അതേവരെയുള്ള നന്മകളെ മുഴുവൻ നശിപ്പിക്കുന്നതായി തീരാൻ സാധ്യതയുണ്ട് എന്നതിനു കൂടി തെളിവാണ് രാവണന്റെ ജീവിതം എന്ന് പറയുന്നത്. രാവണൻ അത്ര മോശമായ ഒരു അസുരനോ രാക്ഷസനോ എന്ന് നമ്മൾ കരുതേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വംശത്തെ മുഴുവൻ ഉദ്ധരിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളാണ് രാവണൻ. കൈകസി സ്വന്തം അനുജന്റെ കഴുത്തിൽ പൂക്കൾ കൊണ്ട് മാലകൾ കോർത്തിട്ട് അനുജനെ സ്നേഹിക്കുമ്പോൾ മോളിക്കൂടെ പോകുന്ന പരുന്തിനെ എറിഞ്ഞിട്ട് കൊന്നു തിന്നും പുഴവെള്ളം മോന്തി കുടിച്ചും വളർന്ന ഒരാളാണ് രാവണൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ വളർന്ന രാവണൻ എന്താണ് ചെയ്തത്? സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം ചെയ്തത്. മറിച്ച് ഒരു വംശത്തെ, കുബേരൻ കൊണ്ടുപോയി പാതാളത്തിലേക്ക് തള്ളിയ ഒരു വംശത്തെ മുഴുവൻ അവിടുന്ന് ഉദ്ധരിച്ചുകൊണ്ട് ലങ്കയിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച ആളാണ് രാവണൻ. ആ രാവണന് ഒരു പ്രത്യേക നിമിഷത്തിൽ തോന്നി, ഇങ്ങനെ ഒരുപാട് നന്മകൾ, കുടുംബത്തിന് വേണ്ടി, സ്വന്തം സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് രാവണൻ.
ആ രാവണന് ഒരു സന്ദർഭത്തിലുണ്ടായ ഈ പറയുന്ന സ്വന്തം കുടുംബത്തിനോടുള്ള അമിതമായ താല്പര്യം. അതാണ് സഹോദരി പോകുമ്പോൾ, ശൂർപ്പണഖ പോകുമ്പോൾ അതിലുണ്ടാകുന്നൊരു സംഭവം കൊണ്ടല്ല. ഈശാവാസ്യത്തിൽ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. തൻ്റെ കർമ്മത്തിൽ രമിക്കുന്നത് ഇരുട്ടിലേക്കുള്ള യാത്രയാണ് എന്ന് ഈശാവാസ്യത്തിൽ പറയുന്നുണ്ട്. നമ്മൾക്ക് ഓരോരുത്തർക്കും കർമ്മമുണ്ട്, പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയിൽ രമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പ്രവൃത്തിയിൽ രമിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കാണാതെ അതിൽ മാത്രം മുഴുകുക എന്നുള്ളതാണ്. ഒരു പ്രവൃത്തി ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാവാം, തെറ്റുകൾ ഉണ്ടാവാം. അവിടെ ഒരു താരതമ്യ ബോധം ഉണ്ടാകണം എന്നുകൂടി ഈശാവാസ്യം പറയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് പല മന്ത്രങ്ങളിലായിട്ട് കിടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ആ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുമില്ല കേട്ടോ. ഈശാവാസ്യത്തിന്റെ വ്യാഖ്യാനം മിക്കവാറും ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ് ഈ വ്യാഖ്യാനങ്ങൾ മുഴുവൻ പോകുന്നത്. ഇത് നമ്മളിൽ നിന്നും മാറി നിൽക്കുന്ന എന്തോ ഒന്നിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ പോകുന്നത്. അത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞ ഭൗതികതയും ആധ്യാത്മികതയും എന്ന് പറയുന്ന റിട്ടയർമെന്റ് ലൈഫിൽ മാത്രം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണെന്നുള്ള തോന്നലിൽ നിന്നുണ്ടാവുന്നതാണ്. ചെറിയ കുട്ടി മുതൽ ജീവിതത്തിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവന്റെ പ്രവൃത്തിയിൽ, അവന്റെ കർമ്മത്തിൽ, അവന്റെ കുടുംബ ബന്ധങ്ങളിൽ ഒക്കെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ചില പ്രക്രിയകളെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചു കൊടുക്കാറില്ല. അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാരും ഇതിനെ പറഞ്ഞിട്ട് ഇതൊരു അനുഭവ തലത്തിലേക്ക്, ഒരു പ്രാർത്ഥനയുടെ തലത്തിലേക്ക് മാറുന്ന അസ്പൃശ്യമായ ഒന്നാണ് എന്ന് ഒരു ഹാലോ, ഒരു വല്ലാത്തൊരു ഹാലോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതിനുള്ള സമയം എനിക്കായിട്ടില്ലല്ലോ, ഞാൻ അങ്ങോട്ടേക്ക് കുറച്ച് കഴിഞ്ഞ് പ്രവേശിക്കാം എന്ന തോന്നൽ ഉണ്ടാക്കുന്നു. അത് കഴിയുമ്പോഴോ ശാരീരികമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടായി, വാദമായി, മറ്റേതായി, മറിച്ചതായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അതിലേക്ക് പോകാനായിട്ടുള്ള സമയവും കഴിഞ്ഞിരിക്കും. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ പച്ചയായ ജീവിതവുമായി ബന്ധിപ്പിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന ആശയം ഇതാണ്, അതിൽ പറയുന്ന രണ്ടാമത്തെ ആശയത്തിനല്ല പ്രാധാന്യം, ആദ്യത്തെ ആശയം ഇതാണ് എന്ന ബോധം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പൊ തന്നെ നാരായണീയം എന്ന് പറയുന്നത് എല്ലാവരും നമ്മൾ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാരായണീയ ഗുരുക്കളുണ്ട്, ഇല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? നാരായണീയം 1-ാമത്തെ ശ്ലോകം മുതൽ ഈശാവാസ്യത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതെടുത്ത് നോക്കി അറിയാം. അതിൽ ഗുരുവായൂരിൽ പ്രതിഷ്ഠിതമായിരുന്ന ചൈതന്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വിശേഷണങ്ങൾ മുഴുവൻ ഈശാവാസ്യത്തിൽ ഈ ചൈതന്യത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഇത് പറയുമോ നമ്മൾ പറയില്ല. നമ്മളപ്പോൾ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ അപ്പുറത്ത് മാറ്റി നിർത്തിയിട്ട് നമ്മളിങ്ങനെ മാറി എന്ന് തൊഴേണ്ടതാണ് എന്ന് പറയും. അതല്ല, അതും ഞാനും ഒന്നാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ ചെയ്തത്. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഇത് വെറുതെ പോയിരുന്ന് പഠിച്ചാലോ വായിച്ചാലോ കാണാതെ ഉരുവിട്ടാലോ മനസ്സിൻ്റെ വാദം പോകത്തില്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, മനസ്സിൻ്റെ വാദം എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വാദരോഗം മാറാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നാരായണീയം സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട്. എന്താണ്? ശാരീരികമായ ഒരു അസ്വസ്ഥത മാറാൻ വേണ്ടിയിട്ടാണ് മേൽപ്പത്തൂർ അത് ഉണ്ടാക്കിയത്. മേൽപ്പത്തൂർ ഉണ്ടാക്കിയ ആ നാരായണീയം യഥാർത്ഥത്തിൽ അദ്ദേഹം അതിൻ്റെ ഓരോ വാക്കും ഓരോ അറിവായിട്ടാണ്, ജ്ഞാനത്തിൻ്റെ ചിമിഴായിട്ടാണ് അദ്ദേഹം ഉള്ളിലേക്ക് സ്വീകരിച്ചത്. ഓരോ വാക്കും, ഈ വാക്ക് ഞാൻ പറഞ്ഞ ഈ ഈശാവാസ്യം എന്ന് പറയുന്നതിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യത്തിൽ തന്നെയാണ് തുടങ്ങുന്നത് 1-ാമത്തെ ശ്ലോകം. അങ്ങനെ അദ്ദേഹം എഴുതി ഏറ്റവും അവസാനം വന്നപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വാദരോഗം മാറി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആത്യന്തികമായ ഒരു തോന്നൽ തന്നെയാണ്. ആ ഒരു തോന്നൽ എന്ന് പറയുന്നതിനെ മാറി. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇത് മുഴുവൻ ശ്ലോകത്തിൽ കഴിക്കുക. സാറിന് അറിയാം, ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ശ്ലോകം കാണാതെ ഒഴിക്കും. ഈ 100-ഉം 10 വീതം നമ്മൾ പഠിക്കും. എല്ലാം പഠിച്ചിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഗുരുവായൂർ പോയി സമർപ്പിക്കുകയും ചെയ്യും. ഈ പോകുന്നത് ഒരു ഉല്ലാസയാത്രയായിട്ടാണ് നമ്മൾ പോവുക. പോകുന്നതിനിടയ്ക്ക് ഈ പറയുന്ന മാനസികമായ വാദമുള്ള ആൾക്കാരുടെ എല്ലാ സ്വഭാവവും നമ്മൾ കാണേണ്ടതായിട്ട് വരും. ഇത് വായിച്ചിട്ട് മാനസികവാദം മാറുമോ? മാറത്തില്ല.
അത് വായിക്കേണ്ട രീതിയിൽ അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാമായണത്തിൽ ഈ രാവണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു പ്രത്യേക നിമിഷത്തിൽ സ്വന്തം കർമ്മത്തിലെ അമിതമായ രതി മൂലം, അതാണ് നമ്മൾ ആത്മരതി എന്ന് മറ്റൊരു രീതിയിൽ പറയുന്നത്, സ്വന്തം പ്രവൃത്തിയിലെ അമിതമായ താല്പര്യം മൂലം അതിനെ മറ്റുള്ളതിൽ നിന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. വിദ്യ അവിദ്യ എന്നത് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയണം എന്നും ഈശാവാസ്യം പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യ എന്ന് പറയുന്നത് അറിവും അവിദ്യ എന്ന് പറയുന്നത് അറിവില്ലായ്മയുമാണെന്നാണ് നമ്മൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. ഇതല്ല യഥാർത്ഥത്തിൽ, ഇതല്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. വിദ്യ എന്ന് പറഞ്ഞാലും അവിദ്യ എന്ന് പറഞ്ഞാലും ഇത് രണ്ടും പ്രയോഗമാണ്. ധനുർവിദ്യ എന്നാണ് നമ്മൾ പറയുന്നത്. ധനുർവിദ്യ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റിയതിന് ശേഷമുള്ള പ്രയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ വിദ്യ എന്ന് പറഞ്ഞാലും അവിദ്യ എന്ന് പറഞ്ഞാലും കർമ്മം തന്നെയാണ്, പ്രവൃത്തി തന്നെയാണ്. അതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ വിദ്യ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കർമ്മവും അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ കർമ്മവുമാണ്. ഈ തെറ്റായ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ശിഷ്യനിൽ നിന്നും ശരിയായിട്ടുള്ള പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ ഞാൻ അവനെ പഠിപ്പിക്കില്ല എന്ന്, ഗുരുദക്ഷിണ കിട്ടിയില്ലെങ്കിൽ പഠിപ്പിക്കില്ല എന്ന് പറയുന്നത് വിദ്യയാണോ അവിദ്യയാണോ? എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു രോഗി എനിക്ക് പണമുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് എന്ന് ഒരു വൈദ്യന് തോന്നിയാൽ, ഒരു ഡോക്ടർക്ക് തോന്നിയാൽ, അയാളുടെ വിദ്യയാണോ അവിദ്യയാണോ? ഏറ്റവും നല്ല പഠിച്ചാലും അത് അവിദ്യയാണോ വിദ്യയാണോ? ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഉണ്ട്, എല്ലാ കാര്യത്തിലും ഇതുണ്ട്. അവിടെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ എൻ്റെ കൂടി ഭാഗമാണ്, അല്ലെങ്കിൽ ഞാൻ പറ്റുന്ന ഏതോ ഒരു വലിയ മഹത്തായ പ്രകാശത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്തിരിക്കുന്ന ആൾ നമ്മുടെ ശത്രുവായിട്ടാണ് നമ്മൾ കാണുന്നത്. ലോകം അങ്ങനെയാണ് പോകുന്നത്. അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് ഉള്ളൂരാണ് പറഞ്ഞത് പ്രേമസംഗീതത്തിൽ. എത്ര ലളിതമായാണ് അദ്ദേഹം പറഞ്ഞത്. ഉള്ളൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഈ എന്താണ് സാധാരണയുള്ള സമയം പോക്കുന്നതിനുള്ള വായന നമ്മൾ സാധാരണഗതിയിൽ നടത്തുന്ന ലളിതമായിട്ടുള്ള എന്തെങ്കിലും വായിക്കുക എന്നുള്ളതാണല്ലോ. സമയം പോക്കാൻ വേണ്ടി ലളിതമായിട്ട് വായിക്കുക എന്നുള്ളതാണ്. ഉള്ളൂരിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് അദ്ദേഹം സമയം പോക്കാൻ വേണ്ടി മാഘം എന്ന മഹാകാവ്യം വായിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ലളിതമായിട്ട് അദ്ദേഹം മാഘം വായിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജ്ഞാനം എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള വായന എന്താണ് എന്ന് നമുക്ക് ആലോചിക്കാം. ഞാൻ പറഞ്ഞത് ആനുഷംഗികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? അദ്ദേഹം പോലും ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞു, പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് വേറെ എന്നാണ്. ട്രെയിനിൽ കയറിയാൽ അടുത്തിരിക്കുന്ന ആളിനെ ശത്രുവായിട്ട് കരുതിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളിൽ നിന്നും നമ്മൾ സാധനങ്ങളൊന്നും മേടിക്കരുത്. നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഇവന് എപ്പം ബിസ്ക്കറ്റ് തരും അല്ലെങ്കിൽ എപ്പോൾ കോൾഡ് ഡ്രിങ്ക് തരും എന്ന് നമ്മൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇതാരാണ് ഇങ്ങനെ ആക്കി മാറ്റുന്നത്? അവിടെയാണ് വിദ്യ അവിദ്യ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ മാറ്റത്തെക്കുറിച്ച് അറിയേണ്ടത്. രാമായണത്തിൽ കാനനത്തിലൂടെ നടക്കുമ്പോൾ ശബരിയുടെ അടുത്ത് രാമൻ എത്തുമ്പോൾ ശബരി ഫലങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫലങ്ങൾ എങ്ങനെയാണ് കൊടുത്തത്? കടിച്ചു നോക്കിയിട്ടാണ്. ഇത് പഴുത്തതാണോ പാകമുള്ളതാണോ എന്ന് കടിച്ചു നോക്കിയിട്ട് കൊടുത്തെന്നാണ് പറഞ്ഞത്. കാരണം എന്താ? ശബരിയെ സംബന്ധിച്ചിടത്തോളം അറിവ് അതാണ്. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളിന്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിന് ഏറ്റവും മഹത്തായ ഒരു കാര്യം കൊടുക്കണം എന്നുള്ളത്, അത് ഏറ്റവും നല്ലതായിരിക്കണം എന്നുള്ള തോന്നൽ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ അതൊരു വിദ്യയുടെ ഭാഗമാണ്. ഇതറിയാമായിരുന്ന രാമൻ എന്ത് ചെയ്തു? യാതൊരു സങ്കോചവും കൂടാതെ അത് സ്വീകരിച്ച് കഴിക്കുകയും ചെയ്തു. അത് അവിദ്യ അല്ല, അത് യഥാർത്ഥത്തിൽ വിദ്യയാണ്. ആ അറിവിന്റെ പ്രയോഗമാണ് അവിടെ പ്രസക്തം. ശബരിയുടെ അറിവിന്റെ പ്രയോഗമാണ് അവിടെ പ്രസക്തം. ശബരിയുടെ അറിവ് എന്ന് പറയുന്നത് അത്രമാത്രം ഉള്ളതായിരുന്നു. ആ അറിവിനെ ശബരി ആ സന്ദർഭത്തിൽ നന്നായിട്ട് പ്രയോഗിച്ചു. എന്നാൽ ഏറ്റവും നല്ല അറിവുണ്ടായിരുന്ന രാവണനാകട്ടെ ആ അറിവിനെ ഒരു സന്ദർഭത്തിൽ തെറ്റായി ഉപയോഗിക്കുകയും ചെയ്തു. ശരിയായ അറിവ് ഉണ്ടായിരുന്ന സ്വന്തം ധനുർവിദ്യയിൽ അഭിരമിച്ച അർജുനൻ ചെയ്തത് എന്താണ്? അർജുനൻ ചെയ്തത് ശിവനെ തപസ് ചെയ്യുന്നു, നല്ല അസ്ത്രത്തിന് വേണ്ടിയിട്ട്.
അപ്പോഴേ ശിവൻ പറഞ്ഞു, ഇവൻ യഥാർത്ഥത്തിൽ പ്രശ്നക്കാരനാണ്, ഇവന്റെ ഉള്ളിലെ അഹന്ത മാറിയിട്ടില്ല എന്ന് പാർവതിയോട് പറഞ്ഞു. പാർവതി, എത്രയും നാളായിട്ടൊക്കെ നിൽക്കുന്ന ആളല്ലേ, അയാൾക്ക് വേണ്ട അങ്ങ് കൊടുത്തങ്ങ് വിട്ടാ പോരെ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട്. പാർവതി ചോദിക്കുമ്പം യഥാർത്ഥത്തിൽ അവിടെ പരമേശ്വരൻ, അപ്പം ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് കിരാതന്റെ വേഷത്തിൽ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താ? അർജുനൻ സ്വന്തം വിദ്യയിൽ അഭിരമിച്ചത് കൊണ്ട്, ആ വിദ്യയിൽ കൂടുതൽ അഭിമാനം കൊള്ളത് കൊണ്ട് മുമ്പിൽ നിൽക്കുന്ന ആളിനെ ശരിയായി ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഏറ്റവും അവസാനമാണ് മനസ്സിലാകുന്നത്. ഈ യുദ്ധം നടന്ന് തളർന്ന് താഴെ വീണപ്പോഴേക്കും രണ്ട് കൈകൾ കൊണ്ടും അവിടെ ഉണ്ടായിരുന്ന മണ്ണെല്ലാം കൂടെ കൂട്ടി വെച്ചൊരു ശിവലിംഗം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിടാൻ പൂക്കളൊന്നുമില്ല, അടുത്തുള്ള ചില കരിയിലയും ഒക്കെ എടുത്തിട്ട് ശിവനെ ഭജിച്ചപ്പോൾ ഈ ഇടുന്ന കരിയില മുഴുവൻ ചെന്ന് വീഴുന്നത് ഈ കിരാതന്റെ ശിരസിലാണ്. ഇത് കണ്ടപ്പോൾ മനസ്സിലാവുന്നു. അപ്പോഴാണ് ചാടി എഴുന്നേറ്റ് ക്ഷമ പറയുന്നത്. നോക്കൂ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ അറിവിനെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും അവിദ്യയെക്കുറിച്ചും ഉള്ള വളരെ കൃത്യമായിട്ടുള്ള സൂചനകളാണ്. അപ്പൊ ശബരി, അത് രാമായണത്തിലെ ഇത്തരം സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. എന്തിനാണ് ഈ നമ്മുടെ നേമി എന്ന വ്യക്തിയാണല്ലോ പിന്നീട് ദശരഥൻ എന്ന പേരിലേക്ക് മാറുന്നത്? 10 ദിക്കില് ദശരഥൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം 10 ദിക്കിലേക്കും, 10 ദിക്കെന്ന് പറഞ്ഞാൽ അഷ്ടദിക്കാണ്, പിന്നെ മുകളിലേക്കും താഴേക്കും, ഇതും കൂടെ എല്ലാം കൂടെ ചേരുമ്പോഴേ 10 ആവത്തുള്ളൂ. ഈ 10 ദിക്കിലേക്ക് ഒരുപോലെ യുദ്ധം ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ദശരഥൻ എന്ന പേര് കിട്ടി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം സാധാരണ ഇതിലിപ്പോൾ കുട്ടിയെ സംബന്ധിച്ചാൽ ഈ 10 രഥം ഒക്കെ ഉപയോഗിക്കാനായിട്ട് എങ്ങനെ സാധിക്കുക, അല്ലെങ്കിൽ 10 സ്ഥലത്തേക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക? എവിടെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നാണ് അതിനെ പറയുന്നത്. ആ അറിവെന്ന് പറയുന്ന പല രീതിയിലാണ് അറിവ്. ചില ഇന്ദ്രിയങ്ങളെല്ലാം കൂടെ ചേർന്നാലേ ശരിയായിട്ടുള്ള അറിവ് കിട്ടത്തുള്ളൂ. ഈ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ദശരഥനും ഈ പറയുന്ന സ്വന്തം കഴിവിൽ കൂടുതൽ അഭിരമിച്ചിരുന്നു. എല്ലാത്തിലും യുദ്ധം ചെയ്ത്, എന്നുവെച്ചാൽ പുറകിൽ കൂടെ വരുന്നതും വശങ്ങളിൽ കൂടെ വരുന്നതുമായ അസ്ത്രങ്ങളുടെ സീൽക്കാരമോ ചലനമോ ശബ്ദമോ ഒക്കെ തന്നെ ഒരുപോലെ അറിയുന്ന ഒരാൾക്കല്ലേ 10 ദിക്കിലേക്കും ഒരുപോലെ അസ്ത്രം അയക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ചിന്തിക്കാറുണ്ടോ അത്? ഇല്ല. അപ്പോൾ ഈ 10 ദിക്കിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ ചലനത്തെയും സ്വന്തം ശരീരം കൊണ്ട് അറിയുക. ഈ സ്വന്തം ശരീരം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ധാരണയില്ലേ? ഞാൻ നടന്നു പോകുമ്പോൾ, ഇതെല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ടേ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. ഞാൻ നടന്നു പോകുമ്പോൾ പോകുന്ന വഴിയുടെ വലിപ്പം എന്ന് പറയുന്ന അതിനെക്കുറിച്ച് ഞാൻ നടന്നു പോകുമ്പോഴും ഓടുമ്പോഴും എനിക്കൊരു ധാരണയുണ്ട്. ഞാനൊരു വണ്ടിയിൽ കയറി വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ ശരീരം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് സ്റ്റിയറിങ്ങിൻ്റെ പിറകിലിരിക്കുന്ന ഞാൻ മാത്രമല്ല, എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഈ വാഹനം കൂടിയാണ്. അപ്പം നോക്കൂ, ശരീരത്തെക്കുറിച്ചുള്ള എൻ്റെ ബോധം ഞാൻ അവിടെ വികസിപ്പിച്ചു. ഈ വണ്ടിയുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് ഞാൻ എൻ്റെ ശരീരബോധം വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വണ്ടിയും കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്ന ഒരു നടവഴിയിലൂടെ ഞാൻ പോകില്ല. അങ്ങനെ പോകേണ്ടതല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ? ആ നടവഴിയിലൂടെ പോകാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. കാരണം എന്താ? എൻ്റെ ഇപ്പോഴത്തെ ശരീരം ഇതാണ് എന്നുള്ള തോന്നൽ. ഈ ഒരു തോന്നലുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഈ എല്ലാത്തിനെയും കുറിച്ച് മനസ്സിലാക്കാനുള്ള, അറിയാനായിട്ടുള്ള ധാരണ എന്ന് പറയുന്നത്. ഈ ദശരഥനാണ് ഈ അറിവിൽ അഭിരമിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത്? ശബ്ദവേദി എന്ന അസ്ത്രം ഉപയോഗിക്കുന്നത്. ശബ്ദവേദി എന്ന് പറയുന്ന അസ്ത്രം ഉപയോഗിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു ദശരഥൻ. കാരണം എവിടെ നിന്ന് ശബ്ദം ഉണ്ടാവുന്നോ ആ ശബ്ദത്തിലേക്ക് അതിൻ്റെ ലക്ഷ്യം കാണാതെ അസ്ത്രം അയച്ച് ആ ലക്ഷ്യത്തിൽ കൊള്ളിക്കാനുള്ള കഴിവാണത്. അങ്ങനെയാണ് ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് അസ്ത്രം അയക്കുന്നത്. സംഭവിച്ചതെന്താ? ഈ അമിതമായ രതിയാണ്, തൻ്റെ കഴിവിലുള്ള അമിതമായ രതിയാണ്. അതാണെന്നങ്ങ് ധരിച്ചു. അപ്പോൾ അയച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സംഭവിച്ചെന്താണ്? അവിടെ സംഭവിച്ചത് ഈ പറയുന്ന ഒരു മുനികുമാരൻ വധിക്കപ്പെടുന്നു. ആ മുനികുമാരൻ്റെ അടുത്ത് ചെല്ലുന്നു, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലുന്നു, അവർ ശപിക്കുന്നു. ആ ശാപമല്ലേ പിന്നീട് വലിയൊരു ദുരന്തമായിട്ട് മാറുന്നത്. ഈ നമ്മുടെ വാൽമീകി തന്നെ ആദ്യം എങ്ങനെയുള്ള ആയിരുന്നു നമുക്കെല്ലാം അറിയാവുന്നതാണ്. കൊള്ളക്കാരനായ വഴിപോക്കരെ കൊള്ളയടിച്ച് ജീവിച്ച ആ ഒരാൾ.
അയാൾ എങ്ങനെ വാൽമീകിയായിട്ട് മാറുന്നു? അവിടെ ഈ ഈശാവാസ്യത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിദ്യ എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ തിരിച്ചറിയുമ്പോൾ, അവിദ്യയും വിദ്യയും തിരിച്ചറിയുന്ന ആൾ, അവിദ്യയും വിദ്യയും തിരിച്ചറിയുന്ന ആൾ, അറിവും അറിവില്ലായ്മയും അല്ല എന്നുള്ള ഓർത്തോണം. പ്രവൃത്തിയും ശരിയായിട്ടുള്ള പ്രവൃത്തിയും ശരിയായിട്ടുള്ള പ്രവൃത്തി ഇല്ലായ്മ അതല്ലാത്ത പ്രവൃത്തിയും ഇത് തമ്മിൽ കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ആൾ മരണത്തെ അതിക്രമിച്ചിട്ട് ഒരു അഭൗമമായ ഒരു അവസ്ഥയിലേക്ക് ലോകത്തേക്ക് എത്തിച്ചേരും എന്ന രീതിയിലുള്ള ഒരു ആശയം വരുന്ന മന്ത്രം കൂടി ഈശാവാസ്യത്തിൽ പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമുക്കൊരു ഒതളങ്ങയും മാങ്ങയും തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചേ അറിയാൻ പറ്റും വ്യത്യാസം എന്താണ് എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ശരിയായിട്ടുള്ള അറിവുണ്ടെങ്കിൽ, ശരിയായിട്ടുള്ള പ്രവൃത്തി ചെയ്യണമെങ്കിൽ ശരിയല്ലാത്ത പ്രവൃത്തിയെ കുറിച്ചുകൂടി അറിവുള്ളവരായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന പ്രവൃത്തി ശരിയാണെന്ന് നമ്മൾ വിചാരിക്കും, അത് ശരിയാകണമെന്നില്ല എന്നുള്ള സൂചന കൂടിയാണ് ഈ ലക്ഷ്യവേദിയായ ശബ്ദവേദി എന്ന് പറയുന്ന അസ്ത്രം ഉപയോഗിക്കുന്നത്. ശരിയാണെന്ന് അദ്ദേഹം ചിന്തിച്ചു, പക്ഷെ അത് ശരിയല്ലായിരുന്നു. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ഈ രാമായണത്തിലെ പല പല സന്ദർഭങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു വ്യാഖ്യാനത്തിനുള്ള സാധ്യതയാണ്. ഓരോന്നിനെയും നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കേണ്ട ഒരു വഴി അതിൽ കാണുന്നുണ്ട്. ആ വഴി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈശാവാസ്യം എന്ന ഉപനിഷത്തിലെ വഴിയാണ്. അവിടെ ഈശ്വരൻ എന്ന് പറയുന്നത് കേവലമായൊരു ചൈതന്യം മാത്രമാണ്. ആ ചൈതന്യം എന്ന് പറയുന്നത് ഈശ്വരന്മാർക്കും മുമ്പേ എത്തിച്ചേർന്ന ചൈതന്യമാണെന്നാണ് പറയുന്നത്. ഈശ്വരന്റെ വേഗത്തെയും അതിക്രമിച്ചത് പോകുന്നു എന്ന് ചൈതന്യത്തെക്കുറിച്ച് പറയുന്ന ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഈശ്വരന്റെ ചൈതന്യത്തെയും അതിക്രമിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം തോന്നും. അത് അവിടെയുമുണ്ട്, അത് ഇവിടെയുമുണ്ട് എന്ന് പറയുന്നു. എൻ്റെ ഉള്ളിലുമുണ്ട്, എൻ്റെ പുറത്തുമുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെ പല രീതിയിൽ വിരുദ്ധം എന്ന് തോന്നുന്ന ഒരുപാട് ആശയങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ചലിക്കുന്നുണ്ട്, ചലിക്കുന്നില്ല എന്ന് പറയുന്നു. അത് ചലിക്കുന്നുണ്ട്, ചലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ മതി. വലിയൊരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേക്കും വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചലിക്കാത്ത ഒരുപാട് സാധനങ്ങൾ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇത് വെറും ഒരു തോന്നലാണ് എന്ന് പറയുന്നൊരവസ്ഥയിലെ ആത്യന്തികമായി ഈ തോന്നൽ എന്ന് പറയുന്നതാണ് ചൈതന്യം എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള കാര്യം അതിൽ പറയുന്നുണ്ട്. ഈശാവാസ്യത്തിൽ വളരെ കൃത്യമായിട്ട് വേറെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിന് ഞരമ്പുകളില്ല, മുറിവില്ല എന്ന് പറയുന്നുണ്ട് ചൈതന്യം. ഇത് തന്നെയല്ലേ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നചൈന്യം ക്ലേദയന്ത്യാവോ നശോഷയതി മാരുത എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പോകുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ആയിരിക്കരുത് നമ്മുടെ അന്വേഷണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അന്വേഷണം അവിടെ നിന്ന് തുടങ്ങേണ്ടതായിട്ട് വരും. അറിവിൻ്റെ ഉൽപ്പത്തി മുതൽ നമ്മൾ തുടങ്ങേണ്ടതായിട്ട് വരും. അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ട് വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവിനെ പല പല കള്ളികളിലാക്കി മാറ്റി നിർത്തിക്കൊണ്ട് അത് ഇന്നതാണ്, അതാണ്, ഇതാണ് എന്ന് വ്യവച്ഛേദിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അവിടെ നിന്ന് മാറേണ്ടതായിട്ട് വരും. യഥാർത്ഥത്തിലുള്ള അറിവ് എന്താണ്? ആ അറിവിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ ഈശാവാസ്യം പറയുന്നത്. ആ ഒരു അറിവിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ രാമായണത്തിലും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കഥ മാത്രമായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത്. കഥയല്ല, കഥയ്ക്കുള്ളിലെ കാര്യം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. എന്തുകൊണ്ടാണ് ഈ മഹാഭാരതം തർജ്ജമ ചെയ്തപ്പോഴേക്കും, അതിനെ ഭാഷീകരിച്ചപ്പോഴേക്കും, മലയാളത്തിലാക്കിയപ്പോഴേക്കും എഴുത്തച്ഛൻ ഭഗവത്ഗീത തർജ്ജമ ചെയ്യാതെ പോയത്? അതിന് കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും എഴുത്തച്ഛൻ മറ്റു പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മണോപദേശം എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ തന്നെ രാമായണത്തിൽ തന്നെ ഓരോ വാക്കും എഴുത്തച്ഛൻ, ഇപ്പം കിളിപ്പാട്ടാണ് ഇവിടെ വിഷയമായിട്ട് സ്വീകരിച്ചിരിക്കുന്നതെന്ന് സാർ ഇവിടെ സൂചിപ്പിക്കേണ്ടേ. വാക്ക് എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മലയാള വാക്കിനും കൃത്യമായിട്ടുള്ള ഒരു അർത്ഥം മാത്രമല്ല, ആശയം മാത്രമല്ല, ഒരു അനുഭവം കൂടി സൃഷ്ടിക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് അറിയാവുന്ന ആളായിരുന്നു എഴുത്തച്ഛൻ. ക്രുദ്ധനായി
ഈ പറയുന്ന അച്ഛൻ ചേട്ടൻ്റെ അഭിഷേകം മുടങ്ങിയിരിക്കുന്നു, അതിനുള്ള കാരണം അച്ഛനാണ് എന്ന് അറിഞ്ഞ് കത്തിജ്വലിച്ചു വരുന്ന ലക്ഷ്മണനെ ആവിഷ്കരിക്കുന്ന എഴുത്തച്ഛൻ്റെ വരികളുണ്ട്. ലക്ഷ്മണന്റെ എല്ലാ മാനസിക വികാരവും ആ ഓരോ പദത്തിലും നിറഞ്ഞിരിക്കുകയാണ്. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം പ്രപാഹീനം ഷഠപ്രിയം. കേൾക്കുമ്പോൾ തന്നെ എവിടെയൊക്കെ അടി കിട്ടുന്നതായിട്ടൊരു തോന്നൽ നമുക്കുണ്ടാവില്ലേ? ഭ്രാന്തചിത്തം അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. ജഡം ഉണ്ടോ? ജഡം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യം ഈശാവാസ്യത്തിൽ പറയുന്നുണ്ട്. വൃദ്ധം വധൂചിതം ശാന്തേതരം പ്രപാഹീനം ഷഠപ്രിയം, എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒറ്റ പദം പോലും അവിടെ ഇല്ല. എല്ലാം നെഗറ്റീവ്. ഒരു അച്ഛനെ കുറിച്ച് പറയരുതാത്ത കാര്യങ്ങൾ മുഴുവനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ആ മനുഷ്യന്റെ ഉള്ളിലുള്ള കാര്യം. ഇതിനെ കുറിച്ച് ലക്ഷ്മണനോട്, ഇങ്ങനെ കത്തിജ്വലിക്കുന്ന ലക്ഷ്മണനോട് രാമൻ പറഞ്ഞ് തുടങ്ങുന്ന വാക്കേതാ? വത്സ. വത്സ കുമാര. വത്സ എന്ന് പറയുമ്പോൾ ഇസ് എന്ന് പറയുന്ന ശബ്ദം പോലും ഈ ജ്വലിച്ചു നിൽക്കുന്ന അഗ്നിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തോന്നലാണ് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കുന്നത്. ഓരോ വാക്കും ഒരു അനുഭവം കൂടിയാണ്. അത് ആ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ഈ കഥാപാത്രം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ മുമ്പിൽ നിൽക്കുന്ന ലക്ഷ്മണൻ എന്ന് പറയുന്ന ആൾക്ക് താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഒരു വികാരമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇതേ കാര്യം തന്നെയാണ് വിച്ഛിന്ന അഭിഷേക വിഘ്നത്തിന് വേണ്ടിയിട്ട് മന്ധര വന്ന് കൈകേയിയെ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ എഴുത്തച്ഛൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ ഉപയോഗിച്ചൊന്നുമല്ലത്. കജ്ജളം എന്ന് പറഞ്ഞാൽ ചെളി പറ്റിയാൽ സ്വർണമല്ലാതായി മാറും എന്നുള്ളതാണ്. അവിടെ ആരെയാ കുറ്റപ്പെടുത്തുന്നത്? കൈകേയിയെ അല്ല എന്ന് ഓർക്കണം. എഴുത്തച്ഛൻ കൈകേയിയെ കുറ്റപ്പെടുത്തുന്നില്ല. കൈകേയി സ്വർണമാണ്. കാരണം എന്താ? മുമ്പ് യുദ്ധം ചെയ്ത സമയത്ത് വിരൽ രഥത്തിന്റെ കീഴിലായിട്ടിട്ടുകൊണ്ട് നിന്ന ആളാണ് ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി. സ്വർണമാണ്. പക്ഷെ ആ സ്വർണത്തിന്റെ നിറം ഇപ്പം മങ്ങിപ്പോയി. എന്താ കാര്യം? കജ്ജളം പറ്റി. കജ്ജളം ആരാ? മന്ധരയാണ്. ഈ കജ്ജളം പറ്റിയത് കൊണ്ടാണ് സ്വർണത്തിന്റെ നിറം മാറിപ്പോയത്. ഈ കജ്ജളം ഒന്ന് മാറ്റിയാൽ ആരുണ്ട് അവിടെ? സ്വർണം അവിടെ ഉണ്ട്. അപ്പൊ നോക്കൂ, കഥാപാത്രങ്ങളെ ബാധിക്കുന്ന അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും മനസ്സിലാക്കി അത് മനുഷ്യന്റെ മനസ്സാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ കുറിച്ചാണ് രാമായണം പറയുന്നത്. ആധ്യാത്മികത എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ മനസ്സാണ്. ആ മനസ്സ് മറ്റൊരു മനസ്സുമായി ചേരുന്നിടത്താണ് ആധ്യാത്മികത എന്ന് പറയുന്ന വലിയൊരു പൂവ് വിരിയുന്നത്. ആ രണ്ട് വ്യക്തികൾ മൂന്നാമതൊരു ആളുമായി ചേരുമ്പോഴത്താണ്, ആ കൂട്ടായ്മയിലാണ് ആ പറയുന്ന ഒരു ആധ്യാത്മികത എന്ന് പറയുന്ന ഒരു വെളിച്ചം, വലിയ വെളിച്ചമായിട്ട് വികസിക്കുന്നത്. അല്ലാതെ ഞാൻ പോയി ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുന്നത് മാത്രമല്ല, അത് എനിക്ക് വേണ്ടിയിട്ടുള്ള സുഖം മാത്രമാണ്. അതെൻ്റെ സുഖം മാത്രമാണ്. എൻ്റെ സുഖത്തിന് ഞാൻ പോയിരുന്ന് ധ്യാനിക്കുക എന്ന് പറയുന്ന മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. മറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോൾ ആ ധ്യാനം എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുപാടും കൂടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അവരെ ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോൾ എതിരെ വരുന്ന ഒരാൾക്ക് ഞാൻ ഒരു നമസ്കാരം പറയുമ്പോൾ അയാളുടെ മനസ്സിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതുകൂടെ ഇല്ലാതാകും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ മതാതീതമായ ഒരു ആത്മീയത എന്ന് പറയുന്നത്. മതാതീതമായ ആത്മീയത എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈശാവാസ്യം മുന്നോട്ട് വെക്കുന്നതും. ഒരു മതത്തിൻ്റെയും അടിത്തറയില്ലാതെ അതിനുപരിയായി മനുഷ്യൻ എന്ന ഒരു വ്യക്തിയെ മാത്രം, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജനുസിനെ മാത്രമല്ലാതെ നമ്മുടെ ചുറ്റുപാടുകളെ കൂടി ചേർത്തുകൊണ്ട് ചരവും അചരവും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ഐക്യത്തെയാണ് പ്രകാശത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ പ്രകാശത്തെ ഞാൻ നമിക്കുന്നു എന്ന് ഏറ്റവും അവസാനം ഈശാവാസ്യത്തിൻ്റെ അവസാനം മന്ത്രങ്ങളിൽ പറയുകയും ചെയ്യുന്നു. അവസാനത്തെ ഒരു 3 മന്ത്രങ്ങൾ ഈ പ്രകാശത്തെ നമിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങളാണ്. ആദ്യത്തെ മന്ത്രം പ്രകാശത്തെക്കുറിച്ച് പറയുന്നു. തേന തെക്തേന ഭുഞ്ചീത. അപ്പം നമുക്കൊരു സംശയം വരും,
ഉപേക്ഷിച്ചാൽ എങ്ങനെയാ ഭുജിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ വിചിത്രമാണ്. ഈ ഉപനിഷത്തിലെ പല കാര്യങ്ങളും വളരെ വിചിത്രം. ഉപേക്ഷിച്ചാൽ എങ്ങനെ ഞാൻ ഭുജിക്കും എന്ന് നമുക്ക് സംശയം വരും. ഉപേക്ഷിക്കുക, ഭുജിക്കുക എന്ന ഈ രണ്ട് പ്രക്രിയകളുടെ വ്യത്യാസം എന്താണ് എന്നും, ആ ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നും, ഭുജിക്കുക എന്ന് പറയുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞ് വളരെ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തി എൻ്റെ ശത്രുവല്ല. എൻ്റെ അഭിപ്രായം ഇല്ലെങ്കിൽ പോലും, എൻ്റെ അഭിപ്രായത്തെ എതിർക്കുന്ന ആളാണെങ്കിൽ പോലും അത് വിദ്യ അവിദ്യ എന്ന് പറയുന്ന രണ്ട് പ്രക്രിയയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുകയും കൂടെ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ് ഈശാവാസ്യം പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് രാമായണത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആനുഷംഗികമായ ചില സംഭവങ്ങൾ ഞാൻ എടുത്തു വെച്ച് പറഞ്ഞതേ ഉള്ളൂ. ആത്യന്തികമായി ഈ പറയുന്ന ഈശാവാസ്യം എന്ന ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾക്ക് ഒരുപക്ഷെ നമ്മൾ ഈ ഒരുപാട് കാര്യങ്ങൾ ഇത്തരം പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒരുപാട് കഥകളുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് കൊടുക്കാറുണ്ട്, പറഞ്ഞു മനസ്സിലാക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഇത്തരം ചില കാര്യങ്ങൾ കൂടി ബോധ്യപ്പെടുത്തുമ്പോൾ ആത്മീയത ഭൗതികത എന്ന് പറയുന്ന വ്യത്യാസം എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറയുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം അതിനില്ല എന്നും, യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഒരു മനുഷ്യൻ ശരിയായിട്ടുള്ള ഒരു ആത്മീയവാദിയാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയും. നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ആരാധനാലയത്തിലും പോകണം എന്നില്ല. നല്ല മനുഷ്യൻ ഒരാരാധനാലയത്തിലും പോകണമെന്നില്ല. ആരാധനാലയങ്ങൾ അതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില കോൺക്രീറ്റ് ആയിട്ടുള്ള വസ്തുതകളാണ്. ഒരു ഘടനയാണത്. ആ ഘടനയല്ല പ്രധാനം, ആ ഘടനയ്ക്കുള്ളിലെ ചൈതന്യമാണ് പ്രധാനം എന്ന് ഈശാവാസ്യം സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള ചൈതന്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പല പല രീതിയിൽ ചിതറിപ്പോയ ചില കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്.